ഞങ്ങളുടെ പരിപാടി. നമസ്കാരം പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും പൂക്കൂടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ കൊട്ടയ്ക്കാവയൽ AK-M ALP സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ കേൾക്കാം. ഒരു പ്രാർത്ഥനയോടുകൂടി ഞങ്ങളുടെ പരിപാടികൾ ആരംഭിക്കട്ടെ. അവതരിപ്പിക്കുന്നവർ സിദ്റത്തുൽ മുൻതഹ ഷസ ഇൽഹാൻ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ എങ്ങുമെന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തരൂ ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എൻ പിഞ്ചു കയ്യിലും, നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ എങ്ങുമെന്നിൽ കൃപ ചൊരിയണമേ. അടുത്തത് ഒരു കൊയ്ത്തുപാട്ട്. അവതരിപ്പിക്കുന്നത് യുസ്ര മറിയം. തെയ്യത്തിനന്താരാ താരത്തിനന്താരാ, തെയ്യത്തിനന്താരാ താരത്തിനന്താരാ, തെയ്യത്തിനന്താരാ താരത്തിനന്താരാ, തെയ്യത്തിനന്താരാ താരത്തിനന്താരാ. സൂര്യനുദിച്ചു കണ്ടേ തെയ്യത്തിനന്താരാ, നേരം പുലർന്നു പോയേ തരത്തിനന്താരാ. ഒരു പിടിഞ്ഞാറെടുത്തേ തെയ്യത്തിനന്താരാ, നട്ടിട്ടും തീരുന്നില്ലേ തരത്തിനന്താരാ. ആദ്യത്തിൻ കതിരു നോക്കിയേ തെയ്യത്തിനന്താരാ, ആദ്യത്തിൻ കതിരു കണ്ടേ തരത്തിനന്താരാ. തെയ്യത്തിനന്താരാ തരത്തിനന്താരാ, തെയ്യത്തിനന്താരാ തരത്തിനന്താരാ. ദൈവത്തെ കൈയെടുത്തേ തെയ്യത്തിനന്താരാ, തമ്പുരാൻ വന്നല്ലോ തരത്തിനന്താരാ. നട്ടിട്ടും തീരുന്നില്ലേ തെയ്യത്തിനന്താരാ, മേനി തളർന്നു പോയേ തരത്തിനന്താരാ. മാനം കറുത്തുപോയേ തെയ്യത്തിനന്താരാ, മരിച്ചൊരിഞ്ഞു നിന്നേ തരത്തിനന്താരാ. തെയ്യത്തിനന്താരാ തരത്തിനന്താരാ, തെയ്യത്തിനന്താരാ തരത്തിനന്താരാ, തെയ്യത്തിനന്താരാ തരത്തിനന്താരാ, തെയ്യത്തിനന്താരാ തരത്തിനന്താരാ. അടുത്തതായി ഒരു കുട്ടിപ്പാട്ടുമായി നിങ്ങൾക്ക് മുൻപിലെത്തുന്നത് സബ ഷൈജൽ. എനിക്കുമുണ്ടൊരു തേന്മാവ്, വലിപ്പമുള്ളൊരു തേന്മാവ്, എനിക്കുമുണ്ടൊരു തേന്മാവ്, വലിപ്പമുള്ളൊരു തേന്മാവ്, എന്നുടെ വീടിൻ മുറ്റത്ത് പടർന്നു നിൽക്കും തേന്മാവ്, എന്നുടെ വീടിൻ മുറ്റത്ത് പടർന്നു നിൽക്കും തേന്മാവ്. വിരുന്നിനെത്തി തത്തമ്മ കൂടുകൂട്ടാൻ അണ്ണാനും, വിരുന്നിനെത്തി തത്തമ്മ കൂടുകൂട്ടാൻ അണ്ണാനും, വിരുന്നൊരുക്കി തേന്മാവ് എന്നുടെ നമ്മുടെ തേന്മാവ്, വിരുന്നൊരുക്കി തേന്മാവ് എന്നുടെ നമ്മുടെ തേന്മാവ്. ചക്കര മാമ്പഴമുണ്ടല്ലോ, കളിയൂനാലയുമുണ്ടല്ലോ,
ചക്കരമാമ്പയമുണ്ടല്ലോ, കളിയൂനാലയുമുണ്ടല്ലോ, കളിയും ചിരിയും ബഹളവുമായി സന്തോഷത്തിനാളുകളായി, കളിയും ചിരിയും ബഹളവുമായി സന്തോഷത്തിനാളുകളായി. വെട്ടിമാറ്റാൻ വന്നവരെ അരുതേ അരുതേ വെട്ടരുതേ, വെട്ടിമാറ്റാൻ വന്നവരെ അരുതേ അരുതേ വെട്ടരുതേ. പറയണം നാം കുട്ടികളെ നമ്മുടെ നല്ലൊരു ഭാവിക്കായി, പറയണം നാം കുട്ടികളെ നമ്മുടെ നല്ലൊരു ഭാവിക്കായി. ഇനിയൊരു മാപ്പിളപ്പാട്ട് അവതരിപ്പിക്കുന്നത് ഷസ ഇൽഹാൻ. രചന ബദ്രുദ്ദീൻ പാറന്നൂർ. ഇശൽ ഏട്ടംപടൗറ്റം ചാട്ടുചാച്ചി. കൃതി സീറത്തുൻ നബവിയ. താനം പൊങ്കും തിങ്കൾ എങ്കും സംകൃതമേ, ദുനിയാലെ ബാനം തിങ്കും ബാങ്കിൻ ചിന്തതുമേ, ഒളിലെങ്കും ത്വാഹറസൂലിൻ ചെൻകതിർ പൊങ്കും മിണ്ടലമേ, തെളിവൊന്നും മുത്തലികോർ പലര് മതിയതു നിജമേ, തിരുനബി ദിനദിലെ തിരുകനവതിലൊരു ദിനമതേകിടെ ബിനുദ കവരതിലേ, സുഹൃത പൊളിയതിലേ, താനം പൊങ്കും തിങ്കൾ എങ്കും സംകൃതമേ, ദുനിയാലെ ബാനം തിങ്കും ബാങ്കിൻ ചിന്തതുമേ, തനമെങ്കും തിരുമോളി വരും നീ ചെയ്തു തരമേ, പൊങ്കും താനം ദുനിയാലെ തിങ്കും മോധം, തരമാകെ നൂറായി ഉദികത്തും വാതനോളി വന്നേ നബിയതിലേ, കോടിയാൽ പകമെമ്പുന്നേ നബിയോരതിലേങ്ങുന്നേ, അടനബിലാലിൻ ചങ്ങനിനമ്പുന്നേ, തങ്ങൾ തീനുടെ തിരുവിളി ഉയരുവാണേ, ബാങ്കുടെ മധുസുരമജബുകളേ, കതിരൊളി അശകുണ പശകമ്മിൽ ഒരു തിരുമതിരിക പതിയുടെ താനം പൊങ്കും താനം പങ്കിതമേ, വിളിയാർ സംകൃതമേ, താനം പൊങ്കും തിങ്കൾ എങ്കും സംകൃതമേ, ദുനിയാലെ ബാനം തിങ്കും ബാങ്കിൻ ചിന്തതുമേ, തുനി പൊങ്കും മധുരിതു വിധം പുതു തരമേ, ചൊങ്കിൽ ബാനം നിറമായേ ബാങ്കിൻ നാദം, പുറമായേ വീത ഉദകത്തിൻ വിളിയതു കണ്ടേ പറയതിലേ, പുതുമാരിത പൊങ്കുന്നേ മദിനേശം ലംഘുന്നേ, ചൊറിച്ചെടി ഉമറും ലംഘി ഉണർന്നാലേ, ഹയ്യാലൽ ഫല മൊയ്യിടതെത്തിടവേ, തൊയ്യാവൻ മേലാലയൊളിയേ, മദിനബി ദിനത് സുബുഹാന്റെ ഒരു വിട വചനമതൊരു വിട ഹയറുമിനെന്നും താനം പങ്കിതമേ, വിളിയാർ സംകൃതമേ, താനം പൊങ്കും തിങ്കൾ എങ്കും സംകൃതമേ, ദുനിയാലെ ബാനം തിങ്കും ബാങ്കിൻ ചിന്തതുമേ, ഒളിലെങ്കും ത്വാഹറസൂലിൻ ചെൻകതിർ പൊങ്കും മിണ്ടലമേ, തെളിവൊന്നും മുത്തലികോർ പലര് വെത്തിട ഭംഗിതമേ, കോടിയതു മണിയടിയൊരു തെളി തേടി, വിളിമതിയതു നിജമേ, തിരുനബി ദിനദിലെ തിരുകനവതിലൊരു ദിനമതേ അഴുകിടെ ബിനുദ കവരതിലേ, സുഹൃത പൊളിയതിലേ, താനം പൊങ്കും തിങ്കൾ എങ്കും സംകൃതമേ, ദുനിയാലെ ബാനം തിങ്കും ബാങ്കിൻ ചിന്തതുമേ. അടുത്തത് ഒരു കഥയാവാം. കഥയുമായി നിങ്ങൾക്ക് മുൻപിലെത്തുന്നത് ഹനിയ ഫാത്തിമ. ലോക പ്രശസ്തനായ ബ്രസീലിയൻ
എഴുത്തുകാരൻ പൗലോ കൊയ്ലോയുടെ എണ്ണ നിറച്ച കരണ്ടി എന്ന കഥയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പങ്കുവെക്കുന്നത്. പണ്ട് ഒരു സ്ഥലത്ത് ഒരു കച്ചവടക്കാരനും അദ്ദേഹത്തിന്റെ മകനും ജീവിച്ചിരുന്നു. ഒരു ദിവസം കച്ചവടക്കാരൻ തന്റെ മകനെ അക്കാലത്തെ പ്രസിദ്ധനായ ഒരു ജ്ഞാനിയുടെ അരികിലേക്ക് പറഞ്ഞയച്ചു. എന്തിനാണെന്നോ? സന്തോഷത്തിന്റെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞു വരാൻ. അങ്ങനെ അവൻ 40 നാൾ മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്ന് അച്ഛൻ പറഞ്ഞ ആ ഗുരുവിന്റെ വാസസ്ഥലം കണ്ടെത്തി. ഒരു കുന്നിൻ മുകളിലെ അതിമനോഹരമായ കൊട്ടാരം. അവൻ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവന്റെ സങ്കല്പത്തിലുണ്ടായിരുന്നത് അതിദിവ്യനായ ഒരു സന്യാസി വൃദ്ധനായിരുന്നു. പക്ഷേ ഇവിടെ നല്ല തിരക്കും, പലതരത്തിലുള്ള ആളുകൾ വരുന്നു പോകുന്നു. അപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത്. ദൂരെ നിന്ന് ഗുരു ഓരോരുത്തരോടായി സംസാരിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരു അവന്റെ അടുത്തുമെത്തി. എത്തിയപാടേ ഗുരു ചോദിച്ചു, നീ സന്തോഷത്തിന്റെ രഹസ്യം അറിയാൻ വന്നതല്ലേ? അവൻ അത്ഭുതപ്പെട്ടു പോയി. താൻ വന്നതിന്റെ രഹസ്യം ഗുരു അറിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പം എനിക്കല്പം തിരക്കുണ്ട്. അതുകൊണ്ട് നീ എന്റെ ഈ കൊട്ടാരമൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരൂ. അങ്ങനെ അവൻ കൊട്ടാരം കാണാൻ പുറപ്പെട്ടപ്പോൾ ഗുരു അവനെ തടഞ്ഞു. ദാ ഈ സ്പൂണും ഇതിലെ 2 തുള്ളി എണ്ണയും പിടിച്ചോളൂ. ഇത് നീ നടക്കുമ്പോൾ താഴെ പോകാതെ സൂക്ഷിക്കണം. അങ്ങനെ അവൻ അതും പിടിച്ച് കൊട്ടാരത്തിലെ എണ്ണമറ്റ കോണിപ്പടികളും വരാന്തകളും കയറിയിറങ്ങി 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിന്റെ മുറിയിൽ തിരിച്ചെത്തി. നീ എല്ലാം കണ്ടു അല്ലേ? നീ എന്റെ ആ തിരശീല കണ്ടോ? അത് പേർഷ്യയിൽ നിന്ന് പ്രത്യേകമായി നെയ്ത് കൊണ്ടുവന്നതാണ്. നീ എന്റെ ആ ഉദ്യാനം കണ്ടോ? അത് ഈ മട്ടിലാക്കി തീർക്കാൻ 10 വർഷമെടുത്തു. നീ എന്റെ ആ ഗ്രന്ഥപുര കണ്ടോ? അതിനുള്ളിലെ ഓരോ തുകൽത്താലുകളും എത്ര ഭംഗിയും മൃദുലവുമാണ്. ഇതെല്ലാം കേട്ട് അവൻ പകച്ചു നിന്നുപോയി. താൻ ഇതൊന്നും കണ്ടിട്ടില്ല. തന്റെ ശ്രദ്ധ മുഴുവൻ ഈ സ്പൂണിലെ 2 തുള്ളി എണ്ണയിലായിരുന്നല്ലോ. അങ്ങനെ അവൻ വാസ്തവം പറഞ്ഞ് കുറ്റസമ്മതം നടത്തി. ആട്ടെ, നീ ഒന്നും കണ്ടിട്ടില്ലല്ലേ? എന്നാൽ നീ ഒന്നുകൂടി ഇതെല്ലാം വിസ്തരിച്ചു കണ്ടിട്ട് വരൂ. അപ്പോഴും അവന്റെ കയ്യിൽ ആ സ്പൂണും അതിലെ 2 തുള്ളി എണ്ണയും ഉണ്ടായിരുന്നു. ഇപ്പോൾ അവനെല്ലാം വിസ്തരിച്ചു കണ്ടു. ചുമരിലെ കലാസൃഷ്ടികൾ, ഗുരു പറഞ്ഞ തിരശീല, പിന്നെ ഉദ്യാനം, പിന്നെ ഗ്രന്ഥപുര. 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിന്റെ മുറിയിൽ തിരിച്ചെത്തി. താൻ കണ്ടതെല്ലാം വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഗുരുവിന്റെ ചോദ്യം വന്നു, അല്ല, ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ആ സ്പൂണും ആ സ്പൂണിലെ 2 തുള്ളി എണ്ണ എവിടെ? അപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത്. തന്റെ കയ്യിൽ ഇപ്പോഴുള്ള സ്പൂണിൽ 2 തുള്ളി എണ്ണയില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, നീ പഠിച്ചിരിക്കേണ്ട ഒറ്റ പാഠമേ ഉള്ളൂ. ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും നീ ആവോളം ആസ്വദിച്ചോളൂ. പക്ഷെ നിന്റെ കയ്യിലിരിക്കുന്ന ആ കരണ്ടിയിലെ 2 തുള്ളി എണ്ണ നീ കൈവിടരുത്. ആ 2 തുള്ളി എണ്ണ സൂചിപ്പിക്കുന്നത് സത്യവും ധർമ്മവും നീതിയുമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തതായി കവിത അവതരിപ്പിക്കുന്നത് ആമിന ഇസ്വ. നമസ്കാരം പ്രിയ കൂട്ടുകാരെ. ശ്രീ ഇഞ്ചങ്കാട് ബാലചന്ദ്രൻ രചിച്ച ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? തണലു കിട്ടാൻ തപസ്സിലാണിന്നിവിടെയെല്ലാ മലകളും. ദാഹനീരിനു നാവു നീട്ടി വലന്നു പുഴകൾ സർവവും. കാറ്റുപോലും വീർപ്പടക്കി കാറ്റു നിൽക്കും നാളുകൾ. കാറ്റുപോലും വീർപ്പടക്കി കാറ്റു നിൽക്കും നാളുകൾ. ഇവിടെ എന്നെൻ പിറവി എന്നായി വിത്തുകൾ തൻ മന്ത്രണം. ഇവിടെ എന്നെൻ പിറവി എന്നായി വിത്തുകൾ തൻ മന്ത്രണം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ?
സാധ്യമോ? ഇലകൾ മൂളിയ മർമരം, കിളികൾ പാടിയ പാട്ടുകൾ ഒക്കെ അങ്ങ് നിലച്ച് കീഴ്പ്പത് തൃപ്തി തന്നെ നിലവിളി. നിറങ്ങൾ മായും ഭൂതലം വസന്തമിന്നു വരാത്തിടം. നിറങ്ങൾ മായും ഭൂതലം വസന്തമിന്നു വരാത്തിടം. നാളെ നമ്മുടെ ഭൂമിയോ മഞ്ഞു മൂടിയ പായ്നിലം. നാളെ നമ്മുടെ ഭൂമിയോ മഞ്ഞു മൂടിയ പായ്നിലം. ഇനി വരുന്നു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? സ്വാർത്ഥ ചിന്തകളുള്ളിലേറ്റി സുഖങ്ങളെല്ലാം കവരുവോർ ചുട്ടെളിച്ചു കളഞ്ഞുവോ ഭൂമി തന്നെ നന്മകൾ? നനവുകിനിയും മനസ്സുണർന്നാൽ മണ്ണിലിനിയും ജീവിതം. നനവുകിനിയും മനസ്സുണർന്നാൽ മണ്ണിലിനിയും ജീവിതം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഒരുമയോടെ നമുക്കു നീങ്ങാം തുയിലുണർത്തുക കൂട്ടരെ. ഒരുമയോടെ നമുക്കു നീങ്ങാം തുയിലുണർത്തുക കൂട്ടരെ. പെരിയ ഡാമുകൾ രമ്യഹർമ്മ്യം മണുനിലയം യുദ്ധവും ഇനി നമുക്കീ മണ്ണിൽ വീണ്ടെന്നൊരു മനസ്സായി ചൊല്ലിടാം. വികസനം അതു മർത്യ മനസ്സില്ലാതിരിൽ നിന്നു തുടങ്ങിടാം. വികസനം അതു നന്മ പൂക്കും ലോക സൃഷ്ടിക്കായിടാം. വികസനം അതു നന്മ പൂക്കും ലോക സൃഷ്ടിക്കായിടാം. ഇനി വരുന്നൊരു തലമുറ ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഒരു നാടൻ പാട്ടുമായി നിങ്ങൾക്ക് മുൻപിലെത്തുന്നത് സിദ്റത്തുൽ മുൻതഹ. കരകപ്പെണ്ണാളെ കതിരടും മിഴിയാളെ, തമ്പുരാനെത്തിടും മുന്നേ കരിങ്കാരൻ കൊട പറിച്ചാട്ടെ. തരകപ്പെണ്ണാളെ കതിരടും മിഴിയാളെ, തമ്പുരാനെത്തിടും മുന്നേ കരിങ്കാരൻ കൊര പറിച്ചാട്ടെ. തക തക താത്തിനം തക തെയ്താരോ, തകതിനം തക തെയ്താരോ, താത്തിനം തക തകതിനം തക തകതിനം തക തെയ്താരോ, താത്തിനം തക തെയ്താരോ, തകതിനം തക തെയ്താരോ, താത്തിനം തക തകതിനം തക തകതിനം തക തെയ്താരോ. കണ്ടം പൊട്ടിയടിക്കാൻ കരിമ്പാറക്കരങ്ങളുണ്ടേ, വെള്ളം കോരിക്കോരി ഉള്ളം കിടങ്ങാത്ത മേലെ കിടങ്ങളുണ്ടേ. കണ്ടം പൊട്ടിയടിക്കാൻ കരിമ്പാറക്കരങ്ങളുണ്ടേ, വെള്ളം കോരിക്കോരി ഉള്ളം കിടങ്ങാത്ത മേലെ കിടങ്ങളുണ്ടേ. പച്ചക്കിളിക്കള്ളികൾ ചിലതുച്ചവയ്ക്കും വരമ്പിൽ, പറപ്പുറത്തൊരാൾ മേളം മുഴക്കുവാനുണ്ടൊരാൾ മുപ്പനാണേ. പച്ചക്കിളിക്കള്ളികൾ ചിലതുച്ചവയ്ക്കും വരമ്പിൽ, പാളപ്പുറത്തൊരാൾ മേളം മുഴക്കുവാനുണ്ടൊരാൾ മുപ്പനാണേ. തക തക താത്തിനം തക തെയ്താരോ, തകതിനം തക തെയ്താരോ, താത്തിനം തക തകതിനം തക തകതിനം തക തെയ്താരോ, താത്തിനം തക തെയ്താരോ, തകതിനം തക തെയ്താരോ, താത്തിനം തക തകതിനം തക തകതിനം തക തെയ്താരോ. അയ്യോ മെടമെടഞ്ഞേ മെടവിയാതെ കവലങ്ങായി, ചുട്ടും തെളിച്ചൊരൾ പട വരുമ്പ തുറക്കമില്ലാറുമാസം. അയ്യോ മെടമെടഞ്ഞേ മെടവിയാതെ കവലങ്ങായി, ചുട്ടും തെളിച്ചൊരൾ പട വരുമ്പ തുറക്കമില്ലാറുമാസം. തക തക താത്തിനം തക തെയ്താരോ, തകതിനം തക തെയ്താരോ, താത്തിനം തക തകതിനം തക തകതിനം തക തെയ്താരോ, താത്തിനം തക തെയ്താരോ, തകതിനം തക തെയ്താരോ, താത്തിനം തക തകതിനം തക തകതിനം തക തെയ്താരോ. അടുത്തതായി സ്റ്റോറി ടെല്ലിംഗ് മിൻഹ ഫാത്തിമ. The Cat and the Rat.
One day, a cat saw a little rat near a tree. The cat was very hungry. It wanted to catch the rat. The little rat saw the cat and became afraid. It ran very fast. The cat ran after the rat. The little rat quickly went into a small hole. The cat tried to catch it, but the hole was too small. The cat could not go inside. The cat waited for some time, but the rat did not come out. At last, the cat walked away. When the rat saw that the cat had gone, it came out of the hole safely. The little rat was happy because it was safe. Moral of the story: be cute and stay safe. അടുത്തതായി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു പുസ്തകം നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു ഹനിയ ഫാത്തിമ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രസിദ്ധമായ കഥകളിൽ ഒന്നാണ് വിശ്വവിഖ്യാതമായ മൂക്ക്. ആക്ഷേപഹാസ്യത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിമർശനമായാണ് ബഷീർ ഈ കഥ പറയുന്നത്. ഒരു സാധാരണ പാചക തൊഴിലാളിക്ക് ഒരു ദിവസം മൂക്കിന് നീളം വെക്കുന്നതും അതിനെ തുടർന്നുണ്ടാവുന്ന സംഭവ പരമ്പരകളുമാണ് ഈ കഥയിലെ ഇതിവൃത്തം. മൂക്ക് എന്ന വിഷയത്തിലൂടെ സമൂഹത്തിലെ പൊള്ളത്തരങ്ങളെ ഹാസ്യാത്മകമായി നോക്കിക്കാണുകയാണ് ബഷീർ ഈ കഥയിലൂടെ. ഇനിയൊരു അറബി ഗാനം കേൾക്കാം. അവതരിപ്പിക്കുന്നത് സിദ്രത്തുൽ മുൻതഹ. ഈമാനുനാ ബില്ലാഹി വൽ മലായിക വൽ കുതുബി വർ റസുലി വയൗമിത് തഹ്ലുക വൽ ഖദരി ഖൈരിഹി വശർരിഹി بالله رب العالمين بنازل إيماننا بالله والملائكة والكتب والرسل ويوم التهلكة والقدر خيره وشره من بالله رب അടുത്തതായി ലളിതഗാനം അവതരിപ്പിക്കുന്നത് ഹസ ഫാത്തിമ. ഏലേലം കടവത്തൊരു തോണി ആലോലം കടവത്തൊരു തോണി ഏലേലം തോണി ആലോലം തോണി ഏലേലം ആലോലം പൊന്നിൻ തോണി ഏലേലം കടവത്തൊരു തോണി ആലോലം കടവത്തൊരു തോണി ഏലേലം തോണി ആലോലം തോണി ഏലേലം ആലോലം പൊന്നിൻ തോണി തോണിപ്പടിയെല്ലാം മാണിക്യം തോണിക്ക് മുത്തിന്റെ പങ്കായം തോണിപ്പടിയെല്ലാം മാണിക്യം തോണിക്ക് മുത്തിന്റെ പങ്കായം അണിയത്തിരുന്ന് തുഴണതോ അണിയമ്പു പോലൊരു പെണ്ണാണ് അണിയത്തിരുന്ന് തുഴണതോ അണിയമ്പു പോലൊരു പെണ്ണാണ് ഏലേലം കടവത്തൊരു തോണി ആലോലം കടവത്തൊരു തോണി ഏലേലം തോണി ആലോലം തോണി ഏലേലം ആലോലം പൊന്നിൻ തോണി കടലേയും വായണ റാണിയാണേ കര കാണാൻ മോഹിച്ചു വന്നതാണേ കടലേയും വായണ റാണിയാണേ കര കാണാൻ മോഹിച്ചു വന്നതാണേ കര കണ്ടു പിരിയുന്ന തിരകൾ കണ്ടു കരയുന്ന കടൽ കണ്ടു കരളു നൊന്തു കര കണ്ടു പിരിയുന്ന തിരകൾ കണ്ടു കരയുന്ന
കടൽ കണ്ടു കരളു നൊന്തു. ഏലേലം കടവത്തൊരു തോണി ആലോലം, കടവത്തൊരു തോണി ഏലേലം തോണി ആലോലം തോണി, ഏലേലം ആലോലം പൊന്നിൻ തോണി, ഏലേലം ആലോലം പൊന്നിൻ തോണി. അവസാനമായി ഒരു സംഘഗാനം. അവതരിപ്പിക്കുന്നവർ സൻഹ ഫാത്തിമ, യുസ്ര മറിയം. കിയാൻ കിയാൻ കുരുവിനാൻ കിയാൻ കിയാൻ കോ, കിയാൻ കിയാൻ കുരുവിനാൻ കിയാൻ കിയാൻ കോ. നെല്ല് മരമേ കുഞ്ഞി കുരുവിക്ക് വർഷകാലത്ത് കൂട് കൂട്ടാൻ ഇടം തരുമോ നീ? ഞാൻ തരില്ല കുഞ്ഞി കുരുവിക്ക് വർഷകാലത്ത് കൂട് കൂട്ടാൻ ഇടം തരില്ല ഞാൻ. കിയാൻ കിയാൻ കുരുവിനാൻ കിയാൻ കിയാൻ കോ, കിയാൻ കിയാൻ കുരുവിനാൻ കിയാൻ കിയാൻ കോ. പ്ലാവ് മരമേ കുഞ്ഞി കുരുവിക്ക് വർഷകാലത്ത് കൂട് കൂട്ടാൻ ഇടം തരുമോ നീ? ഞാൻ തരില്ല കുഞ്ഞി കുരുവിക്ക് വർഷകാലത്ത് കൂട് കൂട്ടാൻ ഇടം തരില്ല. കിയാൻ കിയാൻ കുരുവിനാൻ കിയാൻ കിയാൻ കോ, കിയാൻ കിയാൻ കുരുവിനാൻ കിയാൻ കിയാൻ കോ. മാവ് മരമേ കുഞ്ഞി കുരുവിക്ക് വർഷകാലത്ത് കൂട് കൂട്ടാൻ ഇടം തരുമോ നീ? ഞാൻ തരില്ല കുഞ്ഞി കുരുവിക്ക് വർഷകാലത്ത് കൂട് കൂട്ടാൻ ഇടം തരില്ല ഞാൻ. കിയാൻ കിയാൻ കുരുവിനാൻ കിയാൻ കിയാൻ കോ. ശ്രോതാക്കളെ, നിങ്ങൾ ഇതുവരെ കേട്ടത് കൊട്ടയ്ക്കാവയൽ AKM-ALP സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ്. ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു.